السلام عليكم ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. اللهم صل على محمد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم وما توفيقي إلا بالله وعليه توكلت وإليه أنيب. ബഹുമാന്യരായ മാതാപിതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നാട്ടിലേക്ക് വെക്കേഷന് പോകാനും അവിടെയുള്ള സഹോദരന്മാരുമായി ദീനി കാര്യങ്ങൾ സംസാരിക്കുവാനും ചർച്ച ചെയ്യാനും അവസരം കിട്ടുകയും അങ്ങനെ ഒരു പരിപാടിയിൽ, ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുകയും ചെയ്തപ്പോൾ കേരളത്തിൽ നിങ്ങൾക്കറിയാം, സജീവമായി ചർച്ച കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന ജിന്ന്, സിഹിർ, റുഖിയത്ത് ശർഇയ്യ എന്ന വിഷയത്തിൽ അൽഹംദുലില്ലാഹ് അധികം ആളുകളും അംഗീകരിച്ചു. പക്ഷേ ഈ അംഗീകരിച്ച ആളുകൾക്ക് മുമ്പ് ഇതെല്ലാം നിഷേധിച്ചവരായിരുന്നത് കൊണ്ട് ആ നിഷേധത്തിൻ്റെ സ്വഭാവം അവരുടെ ബ്ലഡിലുള്ളത് കൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ സെക്കൻഡറി ലെവലിലുള്ള ചർച്ചകൾ രംഗത്ത് വന്നപ്പോൾ, റുഖിയയുടെ കൈഫിയത്തെല്ലാം ചർച്ചയിൽ വന്നപ്പോൾ, റുഖിയത്ത് ശർഇയ്യ എന്നുള്ളത് തൗഖീഫിയാണ് എന്ന് ജനങ്ങളോട് പറയുകയും, തൗഖീഫി എന്ന് പറഞ്ഞാൽ റസൂൽ എങ്ങനെ ചെയ്തു അതുപോലെ ചെയ്യുക എന്നൊരർത്ഥവും പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, ഒരു വസ്വാസ് ഉണ്ടാക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. ശരിയാണ്, റുഖിയത്ത് ശർഇയ്യ തൗഖീഫിയാണ്. റുഖിയത്ത് ശർഇയ്യ എന്നല്ല, ഇബാദത്തിന്റെ എല്ലാ ഇബാദത്തുകളും തൗഖീഫിയാണ്. ജീവിതം മൊത്തം ഇബാദത്താണ്. അതുകൊണ്ട് ജീവിതം മൊത്തം തൗഖീഫിയാണ്. അതാണ് ഒരു മുസ്ലിമിന്റെ മൊത്തത്തിൽ. റുഖിയ എന്ന് മാത്രമല്ല, ദഅവത്താകട്ടെ, നന്മ ഉപദേശിക്കുക, തിന്മ വിരോധിക്കുക എന്നതാവട്ടെ, അവന്റെ കച്ചവട നിയമങ്ങളാവട്ടെ, വൈവാഹിക കാര്യങ്ങളാവട്ടെ, തലാഖിന്റെ വിഷയമാവട്ടെ, സ്വത്തവകാശമാവട്ടെ, എല്ലാ കാര്യങ്ങളും തൗഖീഫിയാണ്. റുഖിയ മാത്രമല്ല, എല്ലാ കാര്യങ്ങളും തൗഖീഫിയാണ്. വാസ്തവത്തിൽ തൗഖീഫി എന്താണ് എന്നതിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാതെ, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്ത അറബി മനുഷ്യകളായ ആളുകൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായി വരുന്ന അതിൻ്റെ പ്രശ്നം മറ്റെല്ലാ വിഷയത്തിലുള്ളതുപോലെ ഇതിലും വന്നു. അത് എന്താണ്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, സലഫി പണ്ഡിതന്മാർ എങ്ങനെ അതിനെ മനസ്സിലാക്കി, എങ്ങനെ അതിനെ വിശദീകരിച്ചു എന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. ഇബാദത്ത്, നിങ്ങൾക്കറിയാം, മനുഷ്യനെയും ജിന്നുകളെയും അള്ളാഹു സൃഷ്ടിച്ചത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി മാത്രമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന അർത്ഥത്തിൽ ഇബാദത്ത്. മുമ്പ് വമാ അർസൽനാ മിൻ ഖബലിക റസൂലിൻ, മുമ്പ് ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് എന്ന ആശയം, എന്ന തൗഹീദ് പഠിപ്പിക്കാനല്ലാതെ ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല പോലെയുള്ള ഒരുപാട് വചനങ്ങൾ പരിശുദ്ധ ഖുർആനിലുള്ള. എന്താണ് ഈ വചനങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഇബാദത്ത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇബാദത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിൻ്റെ ഘടകങ്ങൾ ഏതാണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഏതാണ്, ദുനിയാവിയായിട്ടുള്ള കാര്യങ്ങൾ എവിടെ, അതിൻ്റെ സ്ഥാനം എന്താണ്, അതിൻ്റെ ഹുക്കുമുകൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തൗഖീഫി എന്താണെന്ന് ശരിക്കും മനസ്സിലാവുകയും, അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. വ്യക്തമായി പണ്ഡിതന്മാർ പറഞ്ഞത് എവിടെ, എന്ത്, എങ്ങനെ എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഇതിൻ്റെ വീഡിയോ ഉള്ളവർ അവർക്ക് കാണാം. എൻ്റെ വീഡിയോ അല്ല, ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്ന ഹദീസുകളുടെയും ആയത്തുകളുടെയും ഇബാറത്തുകളുടെയും വീഡിയോ യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ കൂടെയുള്ള
വേർഡ് ഫയലിൽ ഞാനത് ഇൻഷാ അല്ലാഹ് വെക്കുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഹിജ്റ 728 മരിച്ചു പോയിട്ടുള്ള സലഫി പണ്ഡിതനായിട്ടുള്ള ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെ ഇല്ലാത്ത സലഫികൾ ഉണ്ടായിരിക്കുകയില്ല, കേരളത്തിലൊഴികെ. കേരളത്തിൽ ഇപ്പോഴും നവോത്ഥാന സലഫികളുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ പേര് പോലും കേട്ടിട്ടില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ അദ്ദേഹം ആരാണെന്നോ അദ്ദേഹത്തിന്റെ ഏത് വർഷത്തിൽ ജീവിച്ച ആളാണെന്നോ അറിയാത്ത നവോത്ഥാന നായകന്മാർ കേരളത്തിലുണ്ട്. പോട്ടെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക എന്ന് അള്ളാഹു പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ ഘടകങ്ങൾ, ഫുറൂഇകൾ, അതിന്റെ ബ്രാഞ്ചസ് ഏതാണ് എന്നുള്ളതെല്ലാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി ഇബാദത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു കോംപ്രിഹെൻസീവ് ഡെഫിനിഷൻ, നിർവചനമാണ് കൊടുത്തത്. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ്. അദ്ദേഹം തുടങ്ങുക അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽ ഇബാദ ഹിയ ഇസ്മു ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർളാഹു. അള്ളാഹു ഇഷ്ടപ്പെടുന്ന എല്ലാ സംഗതിയുടെയും അള്ളാഹു തൃപ്തിപ്പെടുന്ന എല്ലാ സംഗതിയെയും വിളിക്കുന്ന പേരാണ് ഇബാദത്ത്. പിന്നെ വിശദീകരണം കൊടുക്കുക. മിൻ അക്വാലി, സംസാരങ്ങളിലുള്ള, വ അഅ്മാലി, പ്രവർത്തികൾ കൊണ്ടുള്ള. അപ്പൊ പ്രവർത്തനങ്ങൾ വഴിയും സംസാരങ്ങൾ വഴിയുമുള്ള ഖൗലും അമലും ആയിട്ടുള്ള എല്ലാ സംഗതികളും, അള്ളാഹു ഇഷ്ടപ്പെടുന്നതും അള്ളാഹു തൃപ്തിപ്പെടുന്നതുമായിട്ടുള്ള എല്ലാ സംഗതിയുടെയും പേരാണ് എന്ത്? ഇബാദത്ത്. അൽ ബാത്തിനി, ഉള്ളിൽ, ഹൃദയം കൊണ്ട്, വല്ലാഹിർ, ശരീരം കൊണ്ട്, ബാഹ്യമായ. അതുകൊണ്ട് ഫസ്സലാഹ്, നമസ്കാരം, വസക്കാത്ത്, വസിയാം, നോമ്പ്, വൽ ഹജ്ജ്, ഇതെല്ലാം, അതുപോലെ വസിദിക്കുൽ ഹദീസ്, ഇതെല്ലാം ഇബാദത്തുകളാണ്. സത്യം പറയുക, സത്യം പാലിക്കുക, വ അദാഉൽ അമാന, വിശ്വസ്തത കാണിക്കുക, വ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, വ സില്ലത്തുൽ അർഹാം, കുടുംബബന്ധം ചേർക്കുക, അതേപോലെ കരാർ പാലിക്കുക, നന്മ ഉപദേശിക്കുക, തിന്മ വിരോധിക്കുക, ജിഹാദുൽ കുഫാരി വൽ മുനാഫിഖീൻ, മുനാഫിഖുകളോടും കാഫിറുകളോടുള്ള ജിഹാദ്, വൽ ഇഹ്സാനുൽ ലിജാരി, അയൽവാസിക്ക് നന്മ ചെയ്യുക, വൽ യതീമുകൾക്ക്, വൽ മിസ്കീനുകൾക്ക്, വബിനി സബീൽ, വഴിപോക്കർക്ക്, വൽ മംലൂക്ക്, നിങ്ങൾ അടിമപ്പെടുത്തിയ ആദം സന്തതികളിൽ നിന്ന് നിങ്ങൾ അടിമപ്പെടുത്തിയ മനുഷ്യരോടും, വൽ ബഹായി, മൃഗങ്ങളോടും, വദ്ദഅവത്ത്, ദുആ ചെയ്യുന്നത്, ദിക്റുകളും, ഖിറാഅത്ത്, ഖുർആൻ പാരായണവും, അംസാലി ദാലിക മിൻ ഇബാദത്ത്, അതുപോലുള്ളതെല്ലാം ഇബാദത്തിൽപ്പെട്ടതാണ്. വകദാലിക, അതുപോലെ തന്നെ യുഹിബ്ബുല്ലാഹു വറസൂലിഹി, അള്ളാഹുവിനെ സ്നേഹിക്കുക, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക, റസൂലിനെ സ്നേഹിക്കുക, അതും ഇബാദത്തിൽപ്പെട്ടതാണ്. ഇനാബത്തു ഇലൈഹി, അള്ളാഹുവിനോടുള്ള അറ്റാച്ച്മെന്റ്, അടുപ്പം, അറ്റാച്ച്മെന്റ്. ഇഖ്ലാസു ദീനി ലഹു, ഇഖ്ലാസ്, ദീനിലുള്ള ഇഖ്ലാസ് ഇബാദത്തിൽപ്പെട്ടതാണ്. വസ്സബ്ർ ലിഹുക്മിഹി, അള്ളാഹുവിന്റെ വിധിയിലുള്ള ക്ഷമ. അതുപോലെ വശുക്ർ ലിനിഅമതിഹി, അള്ളാഹുവിന്റെ നിഅമത്തിലുള്ള ശുക്ർ കാണിക്കുക. വറിള ലിഖലാഇഹി, അള്ളാഹുവിന്റെ ഖലാഇൽ ഉള്ള തൃപ്തി അടയുക, പൊരുത്തപ്പെടുക. വതവക്കുൽ ഇലൈഹി, അള്ളാഹുവിന്റെ ഖലായിൽ തൃപ്തിപ്പെടുക. തവക്കൽ അലൈഹി, അള്ളാഹുവിൽ തവക്കൽ ചെയ്യുക. വറജാഉ ലി റഹ്മത്തിഹി, അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുക. വൽ ഖൗഫു ലി അദാബിഹി, അള്ളാഹുവിന്റെ അദാബിനെ ഭയപ്പെടുക. വൽ അംസാലു ദാലിക ഹിയ മിൻ ഇബാദത്തില്ലാഹ്, അതുപോലുള്ളതെല്ലാം ഇബാദത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ ഇബാദത്ത് എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള മൊത്തം കാര്യങ്ങൾ എന്താണ്? ഇബാദത്താണ്. ഒരു മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും ഇബാദത്താണ്. കാരണം അതിന് ഓരോ സംഗതികളിലും അള്ളാഹു അതിന്റെ വിധി വിലക്കുകൾ വെച്ചിട്ടുണ്ട്. ആ വിധി വിലക്കുകളെ പാലിക്കുക, അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ ഇഷ്ടവും
ഇഷ്ടമനുസരിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതെല്ലാം ഇബാദത്താണ്. അതാണ് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന ആയത്ത് കൊണ്ട് വിവക്ഷിക്കപ്പെട്ടത് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നു. അതുപോലെ ഉബ്ദുല്ലാഹ് മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക, അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല നിങ്ങൾക്ക് എന്ന ആയത്ത് എന്നത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമൂഹത്തോട് പറഞ്ഞതും, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതും, സ്വാലിഹ് നബിയും ഷുഐബ് നബിയും വഗൈറുഹും അല്ലാത്തവരും മറ്റുള്ള നബിമാരും പറഞ്ഞത് എന്നുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റൊരു ആയത്തിൽ വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബു തഅഗൂത്ത്, താഗൂത്തിനെ വെടിയുക, ശൈത്താന്മാരെ വെടിയുക, ശൈത്താന്മാരെ കൈയൊഴിഞ്ഞ് അള്ളാഹനെ മാത്രം ആരാധിക്കുക എന്ന് പറയാൻ വേണ്ടി, അള്ളാഹനെ മാത്രം ആരാധിക്കുക എന്ന് പറയുവാൻ വേണ്ടിയിട്ടല്ലാതെ ഒരൊറ്റ പ്രവാചകനെ അയച്ചിട്ടില്ല പോലെയുള്ള. അതുപോലെ വമാ അർസൽനാ മിൻ ഖബ്ലിക റസൂലൻ ഇല്ലാ നൂഹി ഇലൈഹി, അത് സമാനമായ മറ്റൊരു ആയത്ത്. ഈ പോലുള്ള ആയത്തുകളെല്ലാം ഇബാദത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് എന്താണ് എന്ന്, ഒരു മനുഷ്യന്റെ മൊത്തത്തിലുള്ള ജീവിതം ഇബാദത്താണ്. ഈ ഇബാദത്തുകളെല്ലാം എന്താണ്? തൗഖീഫിയാണ്. അതിന് അതിൻ്റെതായിട്ട് ചില അസ്ലുകളുണ്ട്. ആ അസ്ലുകളിൽ അത് തൗഖീഫിയാണ്. ആ അസ്ലുകളിലേ അത് വന്ന് നിൽക്കണം. ഇങ്ങനെ നോക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ 29-ാം വാല്യത്തിൽ 16-ാമത്തെ പേജിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വിവരിക്കുന്നു, ഇബാദത്തുകൾക്ക് രണ്ടിനമുണ്ട്. ഖൗലും അമലുമായിട്ടുള്ള ഇബാദത്തുകൾ അൻവാഹുക അന്ന തസറഫാത്തിൽ ഇബാദത്ത് മിൻ അക്വാലി വൽ അഫ്ആലി നൗആൻ, രണ്ട് രീതിയിലുണ്ട് ഇബാദത്തുകൾ. ഒന്ന് ഇബാദത്ത് ലി യുസ്ലിഹു ബിമാ ദീനുഹു, ദീന് ശരിയാക്കാൻ വേണ്ടി ദീനായിട്ടുള്ള ഇബാദത്തുകൾ, അതായത് ഇബാദത്തുകൾ ഇഅ്തിഖാദത്തുകൾ, വിശ്വാസങ്ങളും അവരുടെ ആരാധനാകർമ്മങ്ങളും. രണ്ടാമത്തത് വൽ ആദത്ത്. ആദത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കസ്റ്റംസ്, ആചാരം, മനുഷ്യന്റെ ജീവിത സമ്പ്രദായം, അവന്റെ ദുനിയവിയായിട്ടുള്ള ആദാത്ത് യഹ്താജുഹ ഇലൈഹ ഫി ദുനിയാഹും, മനുഷ്യന്മാരുടെ ദുനിയവിയായിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ആദാത്തുകൾ എന്ന് പറയുക. അങ്ങനെ രണ്ടായിട്ട് വിഭജിക്കാം. എന്തിന്? ഇബാദത്തിനെ വിഭജിക്കാമെന്ന് അദ്ദേഹം പറയുന്നത്, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചു വരുന്നു രണ്ടിന്റെയും ഉസൂലുകൾ എന്താണ്, എവിടെയാണ് രണ്ടിന്റെയും സ്ഥാനമുള്ളതെന്ന്. ശരീഅത്തിന്റെ അടിസ്ഥാനം അത് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹു എന്തായി വിവരിച്ചു തന്നിട്ടുണ്ടായിരിക്കണം. കിതാബ് കൊണ്ടും റസൂലിന്റെ സുന്നത്ത് കൊണ്ടും അത് സ്ഥിരപ്പെട്ട കാര്യം, അത് മാത്രമാണ് ഇബാദത്ത്. അപ്പോൾ ഇബാദത്ത് എന്ന് വെച്ചാൽ കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും yani ശർഈയായിക്കൊണ്ട് തൗഖീഫിയായ ശർഈൽ ആയിക്കൊണ്ട് സ്ഥിരപ്പെട്ടതിൽ മാത്രം, അത് ആ രൂപത്തിൽ മാത്രം, അത് ആ സമയത്ത് ആ സ്ഥലത്ത് അത് ആ ചെയ്യുന്ന ആളുകൾ ആ രീതിയിൽ അതിന്റെ പൂർണ്ണാർത്ഥത്തിലും ഭാവത്തിലും മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതാണ് ഇബാദത്ത്. അതാണ് തൗഖീഫി എന്ന് പറഞ്ഞ പദം കൊണ്ട് അർത്ഥം. തൗഖീഫിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. പക്ഷെ ആദത്ത് ദുനിയവിയായിട്ടുള്ള കാര്യങ്ങളിൽ എന്താണ്? ദുനിയവിയായിട്ടുള്ള കാര്യങ്ങൾ അതിൽ അള്ളാഹു കിതാബും സുന്നത്തും വഴി അല്ലെങ്കിൽ ശർഅ് പ്രകാരം, കിതാബും സുന്നത്ത് പ്രകാരം ഹറാമല്ലാത്ത എല്ലാ കാര്യങ്ങളും ഹലാലാണ്. ഇതാണ് ആദാത്തുകളുടെ ഹുക്ം. ഹറാമായി നസ്സുകൊണ്ട് ഹറാമായ കാര്യങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഹലാലാണ്. ഇതാണ് ആദാത്തുകളുടെ ഹുക്ം. ഇതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇമാം അഹ്മദിനെയും മറ്റു ഹദീസ് പണ്ഡിതന്മാരെയും ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ദ ബേസിക് പ്രിൻസിപ്പിൾ വിത്ത് റിഗാർഡ് ടു ദ ആക്ട് ഓഫ് വർഷിപ്പ് ഈസ് തൗഖീഫി. അതുകൊണ്ടാണ് ഇബാദത്തിന്റെ അസ്ല് തൗഖീഫിയാണ് എന്ന് പറയുന്നത്. നോ ആക്ട്സ് ഓഫ് വർഷിപ്പ് ആർ പ്രിസ്ക്രൈബ്ഡ് എക്സെപ്റ്റ് ദാറ്റ് വിച്ച് ഹസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് ബൈ അല്ലാഹ്. അള്ളാഹുവും റസൂലും നിർണയിച്ചു തന്നിട്ടില്ലാത്ത ഒരു സംഗതിയെ ഇബാദത്തായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. അതിനൊരു അദ്ദേഹം സൂറത്ത് 42-ാമത്തെ സൂറത്തിൽ 21-ാമത്തെ ആയത്തിന് അദ്ദേഹം തെളിവ് കൊടുക്കുന്നു. അം ലഹും ശുറകാഉ ശറഉ ലഹും
മിനദ്ദീനി മാലം യഅ്ദിൻ ബിഹില്ല, അള്ളാഹു അനുവദിച്ചിട്ടില്ലാത്ത ഒരു സംഗതിയെ നിങ്ങൾക്ക് ശർആയി കാണിച്ചു തരുന്ന വല്ല പങ്കാളികളുണ്ടോ, ശർആക്കി തരുന്ന വല്ല പങ്കാളികളുണ്ടോ എന്ന ആയത്താണ് അദ്ദേഹം അതിനുവേണ്ടി കൊടുക്കുന്നത്. അതുപോലെ ഇമാം അഹ്മദ് വിശദീകരിക്കുന്നു, ബേസിക് പ്രിൻസിപ്പിൾ റിഗാർഡിംഗ് ദ കസ്റ്റംസ്, ആദാത്തുകളുടെ അടിസ്ഥാനം അത് എല്ലാം അനുവദനീയമാണ്, ഏതൊഴികെ അള്ളാഹു ഹറാമാക്കിയതൊഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഹലാലാണ്. ഇതാണ് ഈ രണ്ട് സംഗതികളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ഹുക്കുമുകൾ. അതുകൊണ്ട് ഇബാദത്ത് തൗഖീഫിയാണ്, ആദാത്തുകളും തൗഖീഫിയായിട്ട് വരും. ആദാത്തുകളിൽ ചില നിബന്ധനകളുണ്ട്, അതെന്താണ്, അത് ഹറാമല്ലാത്തതൊക്കെ ഹലാൽ, അതാണ് അതിൻ്റെ ഹുക്കുമുകൾ. ആ ഹുക്കുമിൽ അത് തൗഖീഫിയാണ്, അത് ഒരിക്കലും ഒരാൾക്ക് മാറ്റാൻ പറ്റൂല, അതൊരിക്കലും ഒരാൾക്ക് മാറ്റാൻ കഴിയില്ല. എന്നാൽ ഈ തൗഖീഫിയായിട്ടുള്ള ഇബാദത്തുകളിൽ ആദാത്തുകൾ, ദീനിൽ അനുവദിച്ചിട്ടുള്ള ആദാത്തുകൾ മനുഷ്യന്മാർ പ്രയോഗിക്കാറുണ്ട്, അനുവദനീയവുമാണ്. അങ്ങനെയാണ് ദീനുകൾ വ്യത്യസ്തമായ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറി വരുന്നതും. അതല്ലെങ്കിൽ ഓരോ മനുഷ്യന്റെയും ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ദുനിയാവിയായിട്ടുള്ള ഹാജാത്തുകൾ, അവരുടെ കാര്യങ്ങൾ മാറുന്നതിനനുസരിച്ച്, ദീന് മാറുന്നതനുസരിച്ച് ഈ ഇബാദത്തുകളിൽ ആ ഹാജാത്തുകൾ, ആ ആദാത്തുകളിലാണ് അവർ, ആ ആദാത്തുകളിൽ നിന്നിട്ടാണ് അവർ ഈ ഇബാദത്ത് എടുക്കുന്നത്. മനസ്സിലായില്ലേ? അത് രണ്ടും രണ്ടായിട്ട് കാണാൻ കഴിയില്ല. അത് ആദാത്തുകൾ, ഓരോ കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാരുടെ ആദാത്തുകളിൽ നിന്നിട്ടാണ് അവർ ഈ തൗഖീഫിയായിട്ടുള്ള ഇബാദത്ത് എടുക്കുന്നത് അർത്ഥം. അതുകൊണ്ട് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഒരു ബിദ്അത്ത് എന്താണെന്ന് പറഞ്ഞാൽ, ബിദ്അത്ത് എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഇബാദത്തുകൾ എന്ത്, ആദാത്തുകൾ എന്ത്, അതിന്റെ ഹുക്കുമുകൾ എന്ത് എന്നറിയാതെ ബിദ്അത്ത് എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ആദാത്തുകളൊന്നും മനസ്സിലാക്കാതെ നവോത്ഥാനം നടത്തിയ അറബി മനുഷ്യർക്ക് ഇതുപോലുള്ള അവസരങ്ങൾ കേരളത്തിൽ വരാനുള്ള സാഹചര്യം ഉണ്ടായതാണ്. പോട്ടെ, ഷെയ്ഖുൽ ഇസ്ലാം ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ വീണ്ടും ഈ ആദാത്തുകളെ വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ മജ്മൂഉൽ ഫതാവയിൽ 2ാം വാള്യത്തിൽ 358, 359 പേജുകളിൽ അത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ചോദ്യത്തിന് ഉത്തരമായിക്കൊണ്ടാണ് അത് വിശദീകരിക്കുന്നത്. ചോദ്യം: അള്ളാഹുവിന്റെ റസൂലും സഹാബിമാരും ചെയ്തതെല്ലാ കാര്യവും ഹലാലും, അവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടില്ല അതെല്ലാം ഹറാമും എന്നതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അങ്ങനെയാണോ എന്നതാണോ ദീനിന്? റസൂലും സഹാബിമാരും ചെയ്ത കാര്യങ്ങളെല്ലാം അനുവദനീയവും അതല്ലാത്തതെല്ലാം ഹറാമും എന്നതാണോ ദീൻ എന്ന ചോദ്യം. ഷെയ്ഖ് ഇബ്നു ബാസ് അതിന് ഉത്തരം നൽകുന്നു, വളരെ വ്യക്തമായ ഒരു ഉത്തരം. The basic rule is that all acts are lawful except those declared to be haram by nas. നെസ് കൊണ്ട്, കിതാബ് കൊണ്ടും സുന്നത്ത് കൊണ്ടും, നെസ് കൊണ്ട് ഹറാമായിട്ട് വരാത്ത എല്ലാ കാര്യങ്ങളും ഹലാലാണ്. ഇതാണ് ആദാത്തുകളുടെ മൊത്തത്തിലുള്ള ഹുക്കുമ്. എന്നാൽ ഇബാദത്തുകൾ എന്താ? അങ്ങനെയല്ല. ഇബാദത്തുകൾ അത് കിതാബിലും സുന്നത്തിലും വന്നതുപോലെ ചെയ്യുക, അതുപോലെ കിതാബിലും സുന്നത്തിലും വന്നിട്ടില്ല, അനുവദിച്ചിട്ടില്ല, അതിന്റെ അസ്ലുകൾ എവിടെയാണ്, അതിന്റെ നെസ് എവിടെയാണോ അത് അതുപോലെ ചെയ്യുക എന്നതാണ് ഇബാദത്തുകളുടെ ബേസ്. ആദാത്തുകൾ തന്നെ രണ്ടായിട്ട് ഷെയ്ഖ് ഇബ്നു ബാസ് വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് ഉമൂറുൽ ജാഹിലിയ കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ. ഉമൂറുൽ ജാഹിലിയത്തിലുള്ള കാര്യങ്ങൾ. ജാഹിലിയത്തിലുള്ള കാര്യത്തിന്റെ ഹുക്കുമുകൾ എന്താ? ജാഹിലിയ കാലത്തിലുള്ള എല്ലാം ഹറാമാണ്, ഏതൊഴികെ കിതാബും സുന്നത്തും അനുവദിച്ചിട്ടുള്ള ഇതൊഴികെ. കാരണം ജാഹിലിയത്തിന് കംപ്ലീറ്റ് ഇല്ലാതാക്കി ജാഹിലിയ കാര്യത്തിലെല്ലാം മൊത്തത്തിൽ കൊട്ടിയടക്കപ്പെട്ടതാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ഈ അർത്ഥത്തിൽ വരുന്ന ഒരു പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. അപ്പം ജാഹിലിയ ഉമൂറുകളെല്ലാം ഹറാമാണ്, ഏതൊഴികെ സുന്നത്ത് ഹലാലാക്കിയത് ഒഴികെ.
കിതാബിലും സുന്നത്തിലും ഹലാലായ കാര്യങ്ങൾ വെച്ചു. നേരെ മറിച്ച് ആദാത്തുകൾ ജാഹിലിയ ആദാത്തുകളും ആദാത്തുൽ ജാഹിലിയ അല്ലാത്തതും അതുപോലെ തൊക്കീഫിയായിട്ടുള്ള ഇബാദത്തുകളും അല്ലാത്ത കാര്യങ്ങൾ, ഉമൂറു ദുനിയ, ആദാത്തുകൾ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്താണ് ഹലാലാണ്. ഏതൊഴികെ? കിതാബിലും സുന്നത്തിലും ഹറാമാക്കിയ കാര്യങ്ങൾ ഒഴികെ. ഇതാണ് മൊത്തത്തിൽ ഇബാദാത്തുകളും അതുപോലെ ആദാത്തുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇനി തൗഖീഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് അതിൻ്റെ അർത്ഥം? അത് റസൂൽ ചെയ്തതുപോലെ ചെയ്യുക എന്നാണ് അറബി മുൻഷികൾ പറയാറുള്ളത്. കാരണം അറബി മുൻഷികൾ പറഞ്ഞ് ആദ്യം ജിന്ന് കയറൂല എന്ന് പറഞ്ഞു, പിന്നെ കയറും സംഭവിച്ചു, പിന്നെ കയറിയ തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു, പിന്നെ തിരിച്ചറിയാൻ പറ്റുമെന്ന് അംഗീകരിച്ചു, പിന്നെ ചികിത്സ ഇല്ല എന്ന് പറഞ്ഞു, പിന്നെ ചികിത്സ ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഉള്ള ചികിത്സ തന്നെ എന്ത് ചെയ്യണം? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പിന്നെ പറയാറുള്ളതും പഠിപ്പിക്കാറുള്ളതും അനുവദിച്ചതും വിശദീകരിച്ചതുമായിട്ടുള്ള ചികിത്സ അതുപോലും ഇല്ലാതാക്കണം. ഇല്ല എന്ന് പറഞ്ഞ് പിന്നെ അവരുടെ കടുംപിടുത്തത്തിന്റെ സ്വഭാവം ഉണ്ടല്ലോ, അത് അവരുടെ ബ്ലഡിലുള്ളതാണ്. അതുകൊണ്ട് ഈ അറബി മനുഷ്യകൾ ഇപ്പം അത് തൗഖീഫിയാണ്. തൗഖീഫി പറഞ്ഞാൽ എന്താ? റസൂൽ ചെയ്തതുപോലെ ചെയ്യുക എന്ന. വാസ്തവത്തിൽ വിഡ്ഢിത്തത്തിന്റെ അങ്ങേ തലയാണ് ഈ നിർവചനം. അവർക്ക് തൗഖീഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂൽ ചെയ്തതുപോലെ എന്നല്ല അർത്ഥം. സുന്നത്തിൽ സ്ഥിരപ്പെട്ടതുപോലെ. സുന്നത്തിൽ സ്ഥിരപ്പെട്ടത് എന്താണ്? റസൂൽ ചെയ്തത് പ്ലസ് അല്ലാത്തതുണ്ട്. റസൂൽ ചെയ്തത് പ്ലസ് റസൂൽ അനുവദിച്ചതുണ്ട്. റസൂൽ ചെയ്യാൻ കൽപ്പിച്ചതുണ്ട്, അനുവദിച്ചതുണ്ട്. അപ്പൊ സുന്നത്തിൽ ഇതിന്റെ സ്ഥാനം, ഒക്കെയുടെ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാത്ത അറബി മുൻഷികൾ തൗഖീഫിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ കേരളത്തിൽ നെട്ടോട്ടം ഓടുന്നുണ്ട്. ഇപ്പം കുറെ ചെറുപ്പക്കാർ കേരളത്തിൽ സലഫി അഖീദയും മൻഹജും പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഇതുവരെ നമ്മൾ ഔട്ട് ഓഫ് സിലബസ് ആണ് പഠിച്ചത്, ഔട്ട് ഓഫ് സിലബസ് ആണ് നമ്മൾ പിന്നെ പഠിപ്പിച്ചത്, ഇത്ര കാലം നമ്മൾ പ്രസംഗിച്ചതൊക്കെ സിലബസിന് പുറത്താണ് എന്ന് ബോധ്യം വന്നപ്പോൾ അവരിപ്പോൾ സലഫിയത്തിന്റെ ഇൽമു പഠിക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ ഒരു ആദ്യം പഠിച്ചെന്താ അറിയോ? ഇതിന്റെ ഉസൂലുകളൊന്നുമല്ല. ഇൽമ എന്താണ്, ഇൽമു ശർഈ എന്താണ്, അതിന്റെ ഉസൂലുകളൊന്നുമല്ല. ആദ്യം പഠിച്ചത് ഷെയ്ഖ് ഹലബി ശരിയല്ല, ഉബൈദുൽ ജാബിരി ആ കംപ്ലൈന്റ് ഉണ്ട്, യഹ്യ നജ്മിക്ക് ഈ കംപ്ലൈന്റ് ഉണ്ട്, മറ്റേ യഹ്യ അലാജൂരിക്ക് ഇയാളെ കംപ്ലൈന്റ് ഉണ്ട്, ഇയാളെ തഹദീർ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് പാകെ കൂടെ ഇങ്ങനെ ഈ പണ്ഡിതന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും തഹദീർ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം ആദ്യം പോയി പഠിച്ചിട്ട് ഇങ്ങനെ ആളായിട്ട് ഇങ്ങനെ പേരൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക. വാസ്തവത്തിൽ അസില് പഠിക്കാത്തത് കൊണ്ട് പഴയ വിഡ്ഢിത്തം ആ കേനമെന്ന് പുറത്തായി അല്ലെങ്കിൽ പുറത്താക്കി എന്ന് വെച്ചാൽ പഴയ വിഡ്ഢിത്തത്തിന്റെ പേരും ഇപ്പോഴും ഈ ബ്ലണ്ടറുകൾ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പറഞ്ഞു വരുന്നത് തൗഖീഫി എന്ന് പറഞ്ഞാൽ സുന്നത്തിൽ സ്ഥിരപ്പെട്ടതുപോലെ ചെയ്യുക. അത് ഏതൊരു കാര്യത്തിനും സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടാവും, സുന്നത്തിൽ അതിലൊരു ഹുക്കുമുണ്ടാവും. ആ ഹുക്കുമിൽ നിന്ന് കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാൻ എനിക്ക് മനസ്സിലാവും. ദഅവത്ത് ഇലല്ല, ദഅവത്ത് തൗഖീഫിയാണോ അതോ തൗഫീഖിയാണോ? തൗഫീഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയം കിട്ടുന്നിടത്തോളം, വിജയമുള്ള എവിടെയൊക്കെ വിജയം കാണുന്നുണ്ട്, ഫലം കാണുന്നത് അവിടെയൊക്കെ ചെയ്യാം, ആ രീതിയിലൊക്കെ ചെയ്യാം. ഏതെല്ലാം പിന്നെ ജനങ്ങൾക്ക് എഫക്റ്റ് ആവുന്ന കാര്യങ്ങളിൽ ഉപകാരം കിട്ടുന്ന രൂപത്തിലും പിന്നെ കാര്യത്തിലും എല്ലാം ആ ചെയ്യാം. അതാണ് തൗഫീഖി. തൗഖീഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉസൂലുകളിൽ, അതിന്റെ സുന്നത്തിൽ സ്ഥിരപ്പെട്ട രീതിയിൽ അതുവരെ ആ രീതിയിൽ അത്രമാത്രം ചെയ്യുക എന്നുള്ളതാണ് തൗഖീഫി എന്നുള്ളത്. അപ്പൊ ദഅവത്ത് തൗഖീഫിയാണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ദഅവത്ത് തൗഖീഫിയാണ് എന്നാണ് പണ്ഡിതന്മാർ പറയാം. കാരണം എന്താ? അതിൻ്റെതായിട്ടുള്ള ദഅവത്തിന് ചില മൻഹജുകളുണ്ട്. ഇത് ലജ്നത്ത് ദായിമയുടെ ഫത്വയിൽ 1-ാം സമാഹാരത്തിൽ 3-ാം വാള്യത്തിൽ 380-ാം പേജിൽ വിശദീകരിക്കുന്നുണ്ട്. 9457-ാമത്തെ ഫത്വ നമ്പറിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. ദഅവത്ത് തൗഖീഫിയാണ് അലാ ഉസൂലി. ഏതൊരു ഉസൂലില്? ഇദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന. ഹിക്മത്തോടുകൂടിയും മൗഇദത്തിൽ ഹസന, സതുപദേശത്തോടുകൂടിയും ഹിക്മത്തോടുകൂടിയും. ഹിക്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രം എന്നല്ല കേട്ടോ. ഹിക്മത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമാണം, തെളിവുകളാണ്. തെളിവുകളോടുകൂടി സതുപദേശത്തോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്ഷണിക്കുക. വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. ഉത്തമമായ രീതിയിൽ, നല്ല രീതിയിൽ അവരോട് ജിദാല് നടത്തുക, അവരോട് തർക്കിക്കുകയും ചെയ്യുക. ഇതാണ് ഇതിന്റെ അസല്. ഈ അസലില് തൗഖീഫിയാണ് ഏത്? ദഅവത്ത്. അതുകൊണ്ടാണ് ആദത്തായിട്ടുള്ള കാര്യങ്ങളാണ്, മനുഷ്യന്മാർക്ക് ആദത്താണ് കാര്യങ്ങളാണെന്ത്. ഇപ്പൊ
സ്പീക്കർ സെറ്റ് ഉപയോഗിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡ് ചെയ്യുന്ന സംവിധാനങ്ങൾ, അത് പിന്നെ സി ഡി പ്ലെയർ, പിന്നെ ടിവിയുടെ ഹുക്കുമ് രണ്ടാണ്. കാരണം അതിൽ ചിത്രം ഉള്ളത് കൊണ്ട് അത് ഹറാമാണെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ചിലർ ഹറാമാണ് പക്ഷെ അത് ഉപയോഗമുള്ളത് കൊണ്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. പക്ഷെ അവർ ഹലാലാക്കിയ ബിദഅത്തിന്റെ ആളുകളും ഉണ്ട്. ആവട്ടെ, അതിന് ഇന്റർനെറ്റ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, പിന്നെ CD, കോപ്പി, ഫ്ലാഷ് ഡിസ്ക് എല്ലാം ആദാത്തുകളിൽ ഹറാമല്ലാത്ത എല്ലാ കാര്യം എന്തിലും ഉപയോഗിക്കുന്നുണ്ട്, ദഅവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതേസമയത്ത് തൗഖീഫിയാണ്. ഏതില്? ഈ ഉസൂലിലെ തൗഖീഫിയാണ്. അതുപോലെ നിങ്ങൾ നോക്ക്, യുദ്ധം, അള്ളാഹുവിന്റെ റസൂൽ യുദ്ധം തൗഖീഫിയാണ്. ദീനിന്റെ എല്ലാ കാര്യങ്ങളും തൗഖീഫിയാണ്. അതുകൊണ്ട് യുദ്ധം, ജിഹാദ് തൗഖീഫിയാണ്. ജിഹാദ് തൗഖീഫിയാണെന്ന് പറഞ്ഞാൽ ഈ അറബി മനുഷ്യകളെ കൊടുക്കുന്ന അർത്ഥം കൊടുത്താൽ റസൂൽ ചെയ്തതുപോലെ യുദ്ധം ചെയ്യുക. അതാ അമ്പെടുക്കുക, കുന്തം, വാള്, ഇതുമായിട്ട് മിസൈലോ റോക്കറ്റോ അല്ലെങ്കിൽ എന്താ പറയുക ബോംബോ തോക്കോ ഒന്നും പറ്റില്ല. ഇതാണ് ഈ അറബി മനുഷ്യരുടെ നിർവചന പ്രകാരം. അവർ റൊക്കിയയിൽ ചെയ്ത് കാണിക്കുന്ന ഈ റൊക്കിയയെ വിശദീകരിക്കുമ്പോൾ അവരുടെ തൗഖീഫുണ്ടല്ലോ, അതേ നിർവചനം ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവരാകെ പിടുത്തപ്പെടും. അതുകൊണ്ട് ജിഹാദിന് അതിൻ്റെതായിട്ടുള്ള ഉസൂലുകളുണ്ട്. അത് ആരായിരിക്കണം നയിക്കേണ്ടത്, ആരോടായിരിക്കണം നയിക്കേണ്ടത്, അതിനുള്ള പിന്നെ ഇതെന്താ, സ്ത്രീകളെ കുട്ടികളെ കൊല്ലാൻ പാടില്ല, മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല, മരങ്ങൾ നശിപ്പിക്കാൻ പാടില്ല, അതുപോലെ പിന്നെ ഉള്ള കാര്യങ്ങളുണ്ട് അതിൽ. അപ്പൊ അതിലെല്ലാം അതിന് എന്താണ് ഉസൂലുകൾ, അതിലെ ഉസൂലുകളുണ്ട്. ആ ഉസൂലുകളിൽ അത് തൗഖീഫിയാണ്. അതുപോലെ എല്ലാ ഇപ്പം സ്വത്തവകാശത്തിന് തൗഖീഫുണ്ട്. അതുപോലെ ഇപ്പം പിന്നെ നന്മ ഉപദേശിക്കുക, തിന്മ വിരോധിക്കുക, ജനങ്ങളെ സഹായിക്കുക. ജനങ്ങളെ സഹായിക്കുന്നതിന് തൗഖീഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പണ്ട് കാലത്തുള്ള ആളുകളെ പിന്നെ ശരീരം കൊണ്ട് അധ്വാനിച്ച് ഉപകാരം ചെയ്തിരുന്നു. ഇപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീക്ക് വിറക് വീട്ടിലെത്തിച്ചു കൊടുത്തു, ഏറ്റിയിട്ട്, അല്ലേ? ഇന്ന് പകരത്തും തന്റെ GMC കാറിലോ തന്റെ ടൊയോട്ട വണ്ടിയിലോ വെച്ച് കഴിഞ്ഞാൽ അത് ഉപകാരമല്ലാതാവും. ഇല്ല. കാരണം ആദാത്തുകൾ, ഹലാലായ ആദാത്തുകൾ തൗഖീഫിയായിട്ട് ഉള്ള ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഉപകാരപ്പെടുത്താറുണ്ട് ആളുകൾ എന്നാണ് ഇതിന്റെ ആകത്തുക ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ തൗഖീഫിയുടെ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അറബി മനുഷ്യകൾ പിന്നെ തൗഖീഫിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചാടുകയും പിന്നെ പ്രസംഗിക്കുകയും, എന്നാൽ അതിന് തിരിച്ച് ചോദ്യം ചോദിക്കുമോ അല്ലെങ്കിൽ മറുപടി കൊടുക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് സദസ്സിൽ നിന്ന് എണീറ്റ് ഓടുകയും ചെയ്ത സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പം ഈ തൗഖീഫിയായിട്ടുള്ള ഇബാദത്തുകളിൽ തന്നെ ആദാത്തുകൾ നമ്മൾ പിന്നെ ആദാത്തുകൾ ഉപയോഗിക്കാറുള്ളത് ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഇപ്പൊ പ്യൂരിഫിക്കേഷൻ, തഹാറയിൽ എന്താണ്, ഇപ്പൊ ഈ യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട്. ഈ യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ആദത്താണ്. അത് എന്താണ്, ശർഈ ആയിട്ടുള്ള അതല്ലെങ്കിൽ തൗഖീഫി ആയിട്ടുള്ള പിന്നെ തഹാറ തൗഖീഫിയാണല്ലോ, ആണ് തൗഖീഫി ആയിട്ടുള്ള അതിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ആദാത്തുകൾ, ഹലാലായ ആദാത്തുകൾ പിന്നെ തൗഖീഫിയിൽ ഉപയോഗിക്കും നമ്മൾ. ഇപ്പൊ ഉദാഹരണം ഇസ്തിജ്മാർ, മലമൂത്ര വിസർജനം ചെയ്തു കഴിഞ്ഞാൽ കല്ലോ എല്ലോ മരമോ ഇലയോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വൃത്തിയാക്കുന്നതിനാണ് ഇസ്തിജ്മാർ ചെയ്യുക. ഇസ്തിഞ്ച ചെയ്യുക, വെള്ളം കൊണ്ട് ചെയ്യുന്നതിനാണ് ഇസ്തിഞ്ച ചെയ്യുക. ഇസ്തിജ്മാറും ഇസ്തിഞ്ചായും രണ്ടും കൂടെ ചെയ്യുന്നതാണ് സുന്നത്ത്. രണ്ടും കൂടെ ചെയ്ത് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, പക്ഷെ രണ്ടും കൂടെ ചെയ്യുന്നത് ആണ് നല്ലത്. അപ്പൊ ഇസ്തിജ്മാർ ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പ് മരം, എല്ല്, അതുപോലെ കല്ല്, ഇലകൾ ഇതായിരുന്നു ഉപയോഗിച്ചത്. ഇതിൽ വന്ന് തൗഖീഫി ഏതാണ്, അത് ഉപയോഗിക്കുന്നത് ഒറ്റയിട്ടതായിരിക്കണം. 1, 3, 5, 7 ഒരു എണ്ണം. ഇതാണ് ഇസ്തിജ്മാറിന്റെ തൗഖീഫി വന്നിട്ടുള്ളത്. എന്നാൽ അന്ന് ഉപയോഗിക്കാത്ത സംഗതിയാണ് ഇന്നിപ്പോൾ ഉപയോഗിക്കുന്നത്, ടിഷ്യൂ പേപ്പറാണ്. ടോയ്ലറ്റ് ടിഷ്യൂ എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ടിഷ്യൂ അതിനായിട്ട് ഉണ്ടാക്കും, പിന്നെ ഫാക്ടറികൾ വരെ നടക്കുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ടോയ്ലറ്റ് ടിഷ്യൂ. അപ്പോൾ ആദാത്തുകൾ, തൗഖീഫി ആയിട്ടുള്ള സംഗതികളിൽ ആദാത്തുകൾ എങ്ങനെ ഉപകാരപ്പെടുത്തുന്നു എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മുമ്പ് ടൂത്ത് ബ്രഷ്, ഇപ്പം പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കുന്ന ടൂത്ത് ബ്രഷ്, മുമ്പ് ഈ ടൂത്ത് ബ്രഷ് ഇങ്ങനെയല്ല, മരത്തിന്റെ കോല് കൂർപ്പിച്ചിട്ടുള്ളതാണ്. മരത്തിന്റെ അതിനായിട്ടുള്ള മരങ്ങളുണ്ട്, അത് ചതച്ചിട്ട് അതുകൊണ്ടാണ് ടൂത്ത് ബ്രഷ് ഉണ്ടാക്കിയത്. ഇന്നതെല്ലാം ഇന്ന് ടൂത്ത് ബ്രഷാണ്. അപ്പൊ ആദാത്തുകൾ തൗഖീഫിയായ ഇബാദത്തുകളിൽ ഉപയോഗിക്കുന്നത്. ഈ നമസ്കാരത്തെ നോക്കുക, ഇപ്പൊ ബാങ്ക് വിളിക്കുന്നത്,
ബാങ്ക് വിളിക്കുന്ന വേണ്ടിയിട്ട് നമസ്കരിക്കുന്ന സമയത്ത് എല്ലാം നമ്മൾ സ്പീക്കർ സെറ്റ് ഉപയോഗിക്കുന്നു. അത് മറ്റു പള്ളിയുടെ പിന്നെ 1ാം നിലയിലോ 2ാം നിലയിലോ ഒക്കെ ഉള്ള ആളുകൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് സ്പീക്കർ സെറ്റും. ചില സെലഫികളുണ്ടല്ലോ, ചില സെലഫികൾ അവിടെ TV വരെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇമാമിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം പറഞ്ഞു വരുന്നത് ചില കുത്തുബയൊക്കെ മുകളിൽ ഇരിക്കുന്ന ആളുകൾക്ക് കുത്തുബ പിന്നെ കേൾക്കുന്നതോടൊപ്പം ഇമാമിനെ കാണാൻ വേണ്ടിയിട്ട് ചില പള്ളികളിലൊക്കെ TV പോലും വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അല്ലാഹു അഅലം. അപ്പോൾ സ്പീക്കർ സെറ്റ് ഉപയോഗിക്കുക. ഇത് നമസ്കാരം തൗഖീഫിയല്ലേ? ആണ്. നമസ്കാരത്തിന്റെ വണ്ണോ കോലോ സമയമോ എന്തെങ്കിലും മാറ്റാൻ പറ്റൂല. എന്നാൽ അപ്പോൾ ബാങ്ക് വിളിക്കുക. ബാങ്ക് വിളിക്കുന്നതിന് പകരം ഒരു CD പ്ലെയറിലോ അല്ലെങ്കിൽ ഒരു മൊബൈലിലോ ഓണാക്കിയിട്ട് ബാങ്ക് വിളിച്ചാൽ മതിയോ? പോരാ. അത് മോമിനായിട്ടൊരു മനുഷ്യൻ, അത് അതിന്റെ സമയം വരുമ്പോൾ മോമിനായിട്ടൊരു മനുഷ്യൻ കിബിലക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് ചെയ്യേണ്ടുന്ന ഒരു സംഗതിയാണ് ബാങ്ക് വിളിക്കുക. അതുപോലെ ഇപ്പോൾ നമസ്കാരത്തിന്റെ സമയം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വാച്ച് ഉപയോഗിക്കുന്നു. മുമ്പ് വാച്ച് ഇല്ലായിരുന്നു. അപ്പം ആദാത്തുകൾ, തൗഖീഫിയായിട്ടുള്ള ഇബാദത്തിന് ആദാത്തുകൾ, ദീനിൽ അനുവദിച്ച ആദാത്തുകൾ ഉപയോഗിക്കുന്നതിന്റെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് നമസ്കാരത്തിലും നോമ്പിലും ഹജ്ജിലൊക്കെ ധാരാളമുണ്ട്. ഇപ്പൊ ജംറാത്തിൽ പോയി കല്ലെറിയുക. 7 കല്ലാണ് ഒരു ജംറയിൽ എറിയേണ്ടത്. ആ കല്ലിന്റെ എണ്ണം 7, 8, 6 ആക്കാൻ പറ്റില്ല, 7 തന്നെ. അതേസമയത്ത് ഈ ജംറയിൽ പോയി എറിയുന്ന ഈ ജംറ അതൊരു തൂണായിരുന്നു മുമ്പ്. ഇപ്പൊ അതൊരു ചുമര. അതിന്റെ സൈസ് വർദ്ധിപ്പിച്ചു. കാരണം എന്താ? കൂടുതൽ ആളുകളുണ്ട്, കൂടുതൽ ആളുകൾക്ക് എറിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ദീനിൽ അനുവദിച്ചിട്ടുള്ള ആദാത്തുകൾ, തൗഖീഫി ആയിട്ടുള്ള ഇബാദത്തുകൾ ചേർക്കുന്നത് അതൊരിക്കലും ബിദഅത്തല്ല, വെറുക്കപ്പെട്ടതല്ല, ഹറാമല്ല. അത് ദീനിൽ അനുവദിച്ചതാണ്. അനുവദിച്ചതായിട്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുള്ളൂ. പണ്ഡിതന്മാർ എവിടെ വിശദീകരിച്ചു അവിടെ നിന്നാൽ ഈ വിഷയത്തിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്താണ് ഓരോ കാര്യത്തിനും ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞതുപോലെ ജീവിതം മുഴുവൻ ഇബാദത്താണ്. ജീവിതം മുഴുവൻ ഇബാദത്താകുമ്പോൾ അതിന് ഓരോന്നിനും സുന്നത്തിൽ സ്ഥിരപ്പെട്ടു. ചിലത് അതിന്റെ അസ്ല് മാത്രം സ്ഥിരപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പൊ കഷ്ടപ്പെടുന്നവനെ സഹായിക്കുക, അതുപോലെ ബുദ്ധിമുട്ടുന്നവനെ സഹായിക്കുക, നന്മ ഉപദേശിക്കുക, തിന്മ വിരോധിക്കുക, ഇത് അതിന്റെ അസ്ല് സ്ഥിരപ്പെട്ടതാണ്. തിന്മ വിരോധിക്കുന്നതിന് അതിന്റെ തെർത്തീബും കൂടെ അതിന്റെ ഓർഡർ കൂടി വന്നിട്ടുണ്ട്. കൈകൊണ്ട് തടയുക, കഴിയില്ലെങ്കിൽ നാവ് കൊണ്ട് തടയുക, കഴിയില്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കുക. ഇതാണ് തിന്മ വിരോധിക്കുന്നതിന്റെ തെർത്തീബ്. അപ്പോൾ ഓരോ സംഗതികൾക്കും ഉസൂല് സ്ഥിരപ്പെട്ടതുണ്ട്. ചിലതിന് അതിന്റെ സമയം സ്ഥിരപ്പെട്ടിട്ടുണ്ടാവും, ചിലതിന്റെ സ്ഥലം സ്ഥിരപ്പെട്ടിട്ടുണ്ടാവും, ചിലതിന്റെ എണ്ണവും വണ്ണവും കൈഫിയത്തും അതിന്റെ രൂപങ്ങളും സ്ഥിരപ്പെട്ടിട്ടുണ്ടാവും. ചിലതിന്ന ആളായിരിക്കണം ചെയ്യുന്നത്. ഇപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് സൂറത്ത് ഫാത്തിഹയും ഖുർആനിൽ നിന്ന് ഓതുന്നതും ഖുർആൻ ഓതുന്നതും നമസ്കരിക്കുന്ന സമയത്ത് അത് ഓതുന്നത് ഉറക്കെ ഓതണം. അതാര്? മഅ്മൂമിങ്ങളല്ല, പിന്തുടരുന്ന ആളുകളല്ല. ഇമാമാണ് ചെയ്യേണ്ടത്. അതിന്ന ആള് ചെയ്യണം എന്നുള്ളതുണ്ട്. അപ്പോൾ ഇത്തരം കിതാബിൽ സുന്നത്തിൽ വന്നിട്ടുള്ള ഉസൂലുകൾ എന്താണ്, അതിന്റെ നെസ്സുകൾ എന്താണ്, സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അതാണ് ആ കാര്യങ്ങൾ അതുപോലെ ചെയ്യുക എന്നതാണ് തൗഖീഫി. അതേസമയം ഈ തൗഖീഫി ആയിട്ടുള്ള അമലുകൾ ചെയ്യുന്നതിന് ഓരോ മനുഷ്യരും അവരവരുടെ കാലഘട്ടത്തിലുള്ള ആദാത്തുകളിൽ ഹലാലായ ആദാത്തുകൾ അവർ അതിനെ ഉപയോഗിക്കുന്നുവെങ്കിൽ, അതിനവന് ഉപകാരപ്പെടുത്തുന്നുവെങ്കിൽ അത് ഒരിക്കലും ഹറാമല്ല. തൗഖീഫി എന്ന ദർജയിൽ നിന്നത് പോകുകയും ചെയ്യുന്നില്ല. ഇതാണ് ഞാൻ ഈ വിഷയമായിക്കൊണ്ട് തൗഖീഫി എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടി സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. ഇനി റുഖിയയുടെ അസ്ലെന്ത്, അതിന്റെ കൈഫിയത്ത് ഏതെല്ലാം രൂപത്തിൽ വന്നു, അറബി മുൻഷികൾ കൊടുക്കുന്ന കൈഫിയത്തിന്റെ നിർവചനം തുർക്കിയക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ അറബി മുൻഷികൾ തന്നെ തെണ്ടുന്നത് നമുക്ക് കാണാം. കാരണം അവരെന്നെ പിടുത്തപ്പെടും. ഒരു കാപട്യം കൊണ്ടല്ലാതെ അവർ സംസാരിക്കാൻ കഴിയില്ല, അവരെന്നെ തെണ്ടും. അതുകൊണ്ട് കൈഫിയത്തിന്റെ തൗഖീഫി ആയിട്ടല്ല, റോക്കിയ തൗഖീഫിയാണ്. എല്ലാ കാര്യങ്ങളും തൗഖീഫിയാണ്. ഈ റോക്കിയയിൽ എങ്ങനെ ആദാത്തുകൾ ഏതെല്ലാം ഇതുവരെ ഉപയോഗിക്കാം എന്ന് പണ്ഡിതന്മാർ അനുവദിച്ചിട്ടുണ്ട്, ഏതെല്ലാം പാടില്ല, അനുവദനീയമല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് അടുത്ത ഒരു സ്പീച്ചിലൂടെ നമുക്ക് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد.